ദ നെക്സ്റ്റ് പ്രോബ്ലം നമുക്ക് നോക്കാം. മൂന്നാമത്തെ പ്രോബ്ലം. ലിമിറ്റ് എക്സ് ടെൻ ടു 0 1 മൈനസ് കോസ് എ എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ആണ് നമ്മുടെ ഇക്വേഷൻ. നമ്മുടെ ഫോർമുല അനുസരിച്ച് ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാം? ലിമിറ്റ് എക്സ് ടെൻ ടു 0 1 മൈനസ് കോസ് എ എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ എ എക്സ് ബൈ 2 വരും, ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ അങ്ങനെ തന്നെ എഴുതും. അതായത് 1 മൈനസ് വന്ന സൈൻ സ്ക്വയർ അവിടെ ഏതാണോ ആംഗിൾ വരുന്നത് അതിൻ്റെ നേരെ സബ് മൾട്ടിപ്പിൾ വരും. ഇനി നമ്മൾ ഈ 2 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 0 ഈ സൈൻ സ്ക്വയർ എ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ആയി. ഇതിനെ നമ്മൾ രണ്ടായിട്ടങ്ങ് സ്പ്ലിറ്റ് ചെയ്യണം. ആദ്യത്തെ എന്ത് വരും നോക്കി, 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എ എക്സ് ബൈ 2 ഒരെണ്ണം എഴുതണം. ഒരു എക്സ് സൈൻ എ എക്സ് ബൈ 2വിൻ്റെ ഒരു എക്സ് കൊടുത്തു, ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻ ടു 0 ഒരു സൈൻ എ എക്സ് ബൈ 2 കൊടുത്ത് അതിന് ഒരു എക്സ് കൊടുത്തു. ഇനി ഒന്നാമത്തേലേക്ക് നിങ്ങൾ നോക്കിക്കുക. അപ്പോൾ 2 ഇൻറ്റു ആയി ലിമിറ്റ് എക്സ് ടെൻ ടു 0 ഈ സൈൻ എ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ എക്സ് ആണ്. ഇതിന് നമ്മൾ എന്ത് വേണം? 1 ആക്കണമെങ്കിൽ ഈ എ ബൈ 2 അങ്ങനെ തന്നെ വേണം. ഇവിടെ എ ബൈ 2 വരും, അപ്പോൾ ഇവിടെ എ ബൈ 2 വരും, അപ്പോൾ ഇവിടെ എ ബൈ 2 വരും, ഇൻറ്റു അതുപോലെ രണ്ടാമത്തും എടുത്തു. ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എ എക്സ് ബൈ 2 ആണ് ഡിവൈഡഡ് ബൈ എക്സ്. ഏത് നമ്പർ ചേർക്കണം? ഈ എ ബൈ 2 വേണം. അപ്പോൾ ഇവിടെ എ ബൈ 2 വന്നു, ഇവിടെ ഇൻറ്റു എ ബൈ 2 വന്നു, ഇവിടെ എ ബൈ 2 വന്നു. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ 1 ആയി, ഇത് 1 ആയി. അപ്പോൾ നമ്മുടെ ആൻസർ 2 ഇൻറ്റു 1 ഇൻറ്റു എ ബൈ 2 വരും. അടുത്ത് ഇവിടെ ഇത് 1 ആയി, അപ്പോൾ 1 ഇൻറ്റു എ ബൈ 2 വരും. അപ്പോൾ നമ്മുടെ ഈ എയും ഈ 2 ഒരു 2 വെട്ടിപ്പോവും. അപ്പോൾ എ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 വരും. ഇതൊരു ജനറൽ ഫോർമുലയായിട്ട് നമുക്ക് വേണമെങ്കിൽ പഠിച്ചു വയ്ക്കാം. കണ്ടോ, 1 മൈനസ് കോസ് എ എക്സ് ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ ആണെങ്കിൽ അതിനകത്ത് കിടക്കുന്ന ആംഗിൾ ഏതാണോ അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. പിന്നെ നമുക്ക് പുറത്തെ എല്ലാ കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ അങ്ങ് ചേർത്താൽ മതി. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ലിമിറ്റ് എക്സ് ടെൻ ടു 0 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 1 മൈനസ് കോസ് 5x ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. അടുത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻ ടു 0 1 മൈനസ് കോസ് 6x ഡിവൈഡഡ് ബൈ എസ് സ്ക്വയർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ലിമിറ്റ് എക്സ് ടെൻ ടു 0 1 മൈനസ് കോസ് 2x ഡിവൈഡഡ് ബൈ 3s സ്ക്വയർ. ഈ 3 പ്രോബ്ലം തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ദെൻ അടുത്ത ഇതിനകത്ത് തന്നെ ഡി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഡി പാർട്ട് അതായത് ലിമിറ്റ് എക്സ് ടെൻ ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ 1 മൈനസ് കോസ് 2x ആണെന്ന് വെച്ചു. ഇവിടെ രണ്ട് നമ്പറിനകത്ത് ലിമിറ്റ് എക്സ് ടെൻ ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ 1 മൈനസ് കോസ് 2x ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻ ടു 0 ഈ 1 മൈനസ് കോസ് എക്സിന് എങ്ങനെ കൊടുക്കാം? 2 സൈൻ സ്ക്വയർ ആംഗിൾ എന്താണോ അതിൻ്റെ നേരെ പകുതി വരും. അപ്പോൾ 2 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 വരും, ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്നതിന് ഫോർമുല എന്ത് വരും? 2 സൈൻ സ്ക്വയർ 2xൻ്റെ പകുതി എടുക്കുമ്പോൾ എക്സ് വരും നമ്മൾ. അതായത് രണ്ടിനകത്തും ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും രണ്ട് ഫംഗ്ഷനാണ് നടക്കണേ. അപ്പോൾ ഈ 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2 സൈൻ സ്ക്വയർ ഈ ആംഗിൾ എന്താണോ അതിൻ്റെ നേരെ പകുതി വരും. ഇവിടെ 1 മൈനസ് കോസ് 2x എന്ന് പറയുമ്പോൾ എന്ത് വരും? 2 സൈൻ സ്ക്വയർ ഈ ആംഗിൾ നേരെ ഹാഫ് വരും. അപ്പോൾ നമ്മൾ ഈ 2 ക്യാൻസലായി പോകും. അപ്പോൾ നമ്മുടെ വാല്യൂ എന്ത് വരും? ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ 2 വരും അല്ലേ. ഇതിന് നമ്മൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് വരും. ഇതിനെ ഓരോന്നിനും നമ്മൾ ആദ്യം ചെയ്ത രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സൈൻ സ്ക്വയർ എക്സ് ബൈ 2വിനെ ആദ്യം നമ്മൾ അവിടെ എഴുതിയാൽ മതി. സൈൻ എക്സ് ബൈ 2 എടുക്കുക, ഇൻറ്റു സൈൻ എക്സ് ബൈ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ താഴെയും ഇതിന് നമ്മൾ ലിമിറ്റ് കൊടുത്ത് ലിമിറ്റ് എക്സ് ടെൻ ടു 0 സൈൻ എക്സ് അവിടെ അതുപോലെ ലിമിറ്റ് കൊടുത്ത് എക്സ് ടെൻ ടു 0 സൈൻ എക്സ് കൊടുക്കുക. ഇതിനെ എല്ലാത്തിനും നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഇനി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഏതൊക്കെ നമ്പർ ആണോ ഇതിനെ 1 ആക്കണമെങ്കിൽ ഒരു എസ് ബൈ 2 വേണം, അപ്പോൾ ഇൻറ്റു എക്സ് ബൈ 2 വേണം. ഇതിനെ 1 ആക്കണമെങ്കിൽ ഒരു എസ് ബൈ 2 വേണം, അപ്പോൾ ഇൻറ്റു എക്സ് ബൈ 2 ചേർത്തു. ഇതിനെ 1 ആക്കണമെങ്കിൽ എക്സ് വേണം, അപ്പോൾ ഇൻറ്റു എക്സ് ചേർത്തു. ഇതിനെ 1 ആക്കണമെങ്കിൽ എക്സ് വേണം, അപ്പോൾ ഇൻറ്റു എക്സ് ചേർത്തു. എല്ലാത്തിനകത്തും നമുക്ക് 1 ആക്കാൻ എന്താണോ ആവശ്യമുള്ളത് അതെല്ലാം ചേർത്ത് ഇവിടെ എക്സ് ബൈ 2. ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുക. ആ സ്റ്റെപ്പിൽ തന്നെ ലിമിറ്റ് എക്സ് ടെൻ ടു 0 എക്സ് ബൈ 2 കൊടുക്കുക. അപ്പോൾ ഈ ഒരു ടേം എന്ന് പറഞ്ഞാൽ എന്തായി? 1 ആയി. 1 ഇൻറ്റു എക്സ് ബൈ 2 ആയി. ഇവിടെ എക്സ് ഉള്ളത് കൊണ്ട് ചുമ്മാ ഒരു ലിമിറ്റ് ഇവിടെ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കണം. ലിമിറ്റ് എക്സ് ടെൻ ടു 0 അപ്പോൾ 1 ഇൻറ്റു എക്സ് ബൈ 2. ഇവിടെയും 1 ഇൻറ്റു എക്സ് ബൈ 2. താഴെയും ഇത് 1 ആയില്ലേ, അപ്പോൾ 1 ഇൻറ്റു എക്സ്. താഴെയും ഇവിടെ ഇത് 1 ആയില്ലേ, അപ്പോൾ 1 ഇൻറ്റു എക്സ്. അവിടെ ഒരു നമ്പറും ചേർക്കാനില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു എക്സും ഈ ഒരു എക്സും ഈ ഒരു എക്സും വെട്ടിപ്പോയി.
ഇനി ബാക്കി വരുന്നത് എന്താണ്? 2 × 2 ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വരും നോക്കിയാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡ് ബൈ 2 × 2 4 ഡിവൈഡ് ബൈ 1 × 1 എന്ന് പറഞ്ഞാൽ 1 വരും. അപ്പോൾ നമ്മുടെ ആൻസർ 1/4 വരും. ഇനി നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണോ, അതിൻ്റെ സ്ക്വയർ 1 സ്ക്വയർ വരും. ഈ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 2 ആണ്, അതിൻ്റെ സ്ക്വയർ 2 സ്ക്വയർ വരും. നമ്മുടെ ആൻസർ ഈസ് 1/4. കറക്റ്റ് അല്ലേ നോക്കി? അപ്പോൾ ഇങ്ങനെ വരുന്ന ആൻസർ നമുക്ക് ഇത് വെച്ച് ഒന്ന് ചെക്ക് ചെയ്യുകയും കൂടെ ചെയ്യാം. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 cos 2x - 1 ഡിവൈഡഡ് ബൈ cos 3x - 1 എന്ന് വെച്ചോ. ഇവിടെ രണ്ട് ഫോർമുലയ്ക്കകത്ത് നമ്മൾ 1 - ആണ് നമ്മുടെ ഫോർമുല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു മൈനസ് അങ്ങ് പുറത്തേക്ക് എടുക്കും. ലിമിറ്റ് എക്സ് ടെൻഡ് 0 മൈനസ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇതിനെ 1 - cos 2x എന്നായില്ലേ? അതുപോലെ താഴെ ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു. അപ്പോൾ 1 - cos 3x എന്നായില്ലേ? അപ്പോൾ ഈ മൈനസും പ്ലസും എന്തായി പോകും? ക്യാൻസലായി പോകും. ഇനി ഈ 1 - cos 2x ഫോർമുല കൊടുക്കണം. 1 - cos 3x നമ്മൾ ഇക്വേഷൻ കൊടുക്കണം. നമുക്ക് ഈ പ്രോബ്ലത്തിനകത്ത് ബാലൻസ് നോക്കാം. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 അതിന് നമ്മൾ തിരിച്ചെഴുതിയപ്പോൾ നമുക്ക് 1 - cos 2x ബൈ 1 - cos 3x എന്ന് കിട്ടി. ഇനി നമ്മളിവിടെ നോക്കുക, രണ്ടിനും ഫോർമുല കൊടുക്കണം. അപ്പോൾ ഇവിടെ എന്നാ മക്കളെ? ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 ഈ 1 - cos 2x പകരം 2 sin square x കൊടുക്കാം. ഇവിടെ നമ്മൾ 2 sin square 3x ഡിവൈഡഡ് ബൈ 2 വരും. അപ്പോൾ രണ്ടിടത്തും നമ്മൾ നമ്മുടെ സബ് മൾട്ടിപ്പിൾ ഫോർമുല കൊടുത്തു. 1 - cos 2x എന്ന് പറഞ്ഞാൽ 2 sin square 2x ആണ്, അതിൻ്റെ നേരെ പകുതി വരും. 1 - cos 3x എന്ന് പറഞ്ഞാൽ 2 sin square 3x ആണ്, അതിൻ്റെ പകുതി വരും. 2 × 2 വെട്ടിപ്പോകും. ഇനി ഇവിടെ നമ്മൾ ഈ ഫോർമുലയ്ക്കകത്ത് ബാക്കി അപ്പോൾ നമുക്ക് എന്നാ കിട്ടും? ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 sin square x ഡിവൈഡഡ് ബൈ sin square 3x ഡിവൈഡഡ് ബൈ 2 വരും. ഇനി ഇവിടെ നോക്കാം, ഈ ഒരു ഫംഗ്ഷനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 sin square x ഒരു sin x കൊടുക്കണം. അകത്തി ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 sin x കൊടുക്കണം. ഇതെന്തിനാണെന്നറിയാം? നമ്മൾ ഡിവൈഡഡ് ബൈ എക്സ് ആ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ചെയ്തു പോകാം. ഇങ്ങനെ അകത്തി ആദ്യം എഴുതും. അതുപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 sin 3x ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 sin 3x ഡിവൈഡഡ് ബൈ 2. കാരണം എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ × എ ആണ്. അപ്പോൾ sin square x sin x × sin x എന്ന് എഴുതാം. അതിന് നമ്മൾ ആദ്യം ഒന്നങ്ങ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഇനി ഇതിന് നമുക്ക് ഓരോന്നിനും ആവശ്യമുള്ള ടേംസ് കൊടുക്കണം. വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് എഴുതാം, അല്ലെങ്കിൽ തന്നെ ഇവിടെ കൊടുത്താൽ മതി. ഇൻറ്റു എക്സ്, ഇവിടെ എക്സ്. കറക്റ്റ് അല്ലേ? ഇവിടെ എക്സ് ഇൻറ്റു ഇവിടെ എക്സ്. ഇവിടെ 3x/2. അപ്പോൾ ഇവിടെ ഇൻറ്റു 3x/2. അടുത്ത അതുപോലെ തന്നെ ഇവിടെ 3x/2 ഇൻറ്റു 3x/2. ഇനി ഇവിടെ 3/2 ചേർത്തു, ഇവിടെ 3/2 ചേർത്തു. അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റിനകത്ത് ഇത് 1 ആയി, ഇത് 1 ആയി, ഇത് 1 ആയി, ഇത് 1 ആയി. അപ്പം നമ്മൾ ഈ എക്സ് എഴുതുന്നത് കൊണ്ട് ആ ഒരു സ്റ്റെപ്പിൽ എന്തെഴുതണം? ലിമിറ്റ് എഴുതണം. ലിമിറ്റ് എക്സ് 1 × x. ഇവിടെ 1 × x. ഇത് 1 ആയി, അപ്പോൾ 1 × x ഡിവൈഡഡ് ബൈ. അതുപോലെ ഇവിടെ ഇത് 1 ആയി, അപ്പോൾ 1 × 3x ഡിവൈഡഡ് ബൈ 2. ഇവിടെയും ഇത് 1 ആയി, അപ്പോൾ 1 × 3x ഡിവൈഡഡ് ബൈ 2 വരും. കാരണം ഇത് മൂന്നും ഒരുപോലെ വന്ന ആൻസർ 1 ആണ്, അപ്പോൾ അത് 1 ആയിപ്പോയി. ഇത് മൂന്നും ഒരുപോലെ വന്നാൽ നമ്മുടെ ഫോർമുലയാണ് 1 ആയിപ്പോയി. ഇത് 1 ആയിപ്പോയി, ഇത് 1 ആയിപ്പോയി. ഇനി ഈ എക്സും ഈ എക്സും ഈ എക്സും ക്യാൻസൽ ആയിപ്പോയില്ലേ നോക്കിയേ. അപ്പോൾ നമ്മുടെ 1 × 1 വരും. താഴെ 3/2 × 3/2 വരും. പിന്നെ നമുക്ക് ലിമിറ്റ് എഴുതേണ്ട ആവശ്യമില്ല. 1 × 1 എന്ന് പറഞ്ഞാൽ 1 വരും. 3/2 × 3/2 എന്ന് പറഞ്ഞാൽ 9/4 വരും. ഇത് റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 4/9 വരും. നമ്മുടെ ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വരുന്ന 2, അപ്പോൾ അതിൻ്റെ 2ൻ്റെ സ്ക്വയർ. താഴെ വരുന്ന 3യുടെ സ്ക്വയർ. അപ്പോൾ നമ്മുടെ ആൻസർ ഈസ് 4/9 വരും. ക്ലിയർ ആയല്ലോ? ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. (1 - cos bx) സെക്കൻഡ് 1 ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 1 - cos 3x ബൈ 1 - cos x. തേർഡ് 1 ലിമിറ്റ് എക്സ് ടെൻഡ് ടു 0 cos 2x - 1 ബൈ cos x - 1. ഇത്രയും പ്രോബ്ലംസ് നമ്മൾ ഇതേ മോഡൽ ക്വസ്റ്റ്യനാണ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി നെക്സ്റ്റ് ഡേ. താങ്ക് യു.